ഇടതുപക്ഷത്തിന്റെ ഭരണം 10 വർഷം പിന്നിടാൻ പോവുകയാണ്. മൂന്നാം തവണയ്ക്ക് വേണ്ടിയുള്ള കണക്കുകൂട്ടലിലും സ്വരുക്കൂട്ടലിലുമാണ് യഥാർത്ഥത്തിൽ ഇടതു മുന്നണിയുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇടതുപക്ഷത്തിനെതിരെ നിരവധി വിമർശനങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഞെരുക്കം തന്നെയാണ്. പക്ഷേ സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കുമ്പോഴും മന്ത്രിമാരുടെയും അഥവാ സർക്കാരിന്റെയും ചില നീക്കങ്ങൾ അത് വലിയ പണനഷ്ടം ഉണ്ടാക്കുന്നു എന്ന ആരോപണം മുൻപേ തന്നെ ഉണ്ടായിരുന്നു. കേരളീയം പോലുള്ള പരിപാടികളെല്ലാം തന്നെ സർക്കാർ ആസൂത്രണം ചെയ്തിരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ റോഡുകൾ നോക്കൂ, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്ര വലിയ പണം മുടക്കിക്കൊണ്ട് ഇത്ര വലിയ പ്രൊജക്റ്റുകൾ അഥവാ ഇത്ര വലിയ പദ്ധതികൾ തയ്യാറാക്കാൻ സാധിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾക്കെല്ലാം തന്നെ മറുപടി തന്നെയായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ വീണ്ടും CPM-ന്റെ പാർട്ടി സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് പോലും വലിയ തരത്തിലുള്ള വിമർശനം വരികയാണ്. പാർട്ടി നേതാക്കളുടെ ഈ തുടർഭരണമെല്ലാം തന്നെ പണമുണ്ടാക്കാനുള്ള ഒരു വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നിലവിലെ ചർച്ചാ വിഷയമായി മാറുന്നത്. തുടർച്ചയായി അധികാരം ലഭിക്കുന്നത് വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായാണ് നേതാക്കൾ കാണുന്നതായി CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും വരുമാനം നാട്ടുകാർക്ക് അറിയാമെന്നും എന്നിട്ടും കണക്കിൽപ്പെടാത്ത സ്വത്ത് സമ്പാദിക്കുന്നു എന്നും നേതാക്കൾ വരെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്നു എന്നുമെല്ലാം തന്നെ വിമർശനം വന്നു. സഹകരണ ബാങ്കുകളിൽ നിന്ന് നേതാക്കൾ വലിയ തോതിൽ വായ്പയെടുക്കുകയും തിരിച്ചടക്കാതിരിക്കുകയും ചെയ്യുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ബാങ്ക് നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പകൾ വാങ്ങുന്നു, മറ്റുള്ളവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ ത്രികോണ മത്സരം ഉറപ്പാക്കാൻ വേണ്ടി BJP വൻ ശ്രമവും നടത്തുന്നുണ്ട്. പലയിടത്തും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പാർട്ടി ജനങ്ങളുമായി അകന്നു. പണമില്ലാത്തതിനാൽ തന്നെ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും താളം തെറ്റുന്നുവെന്ന വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുമൂലം കഴിയുന്നുമില്ല. നേതാക്കൾക്ക് വീടുകളുമായി ദൈനംദിന ബന്ധമില്ല. അനുഭാവികളുമായുള്ള ബന്ധം പോലും നഷ്ടമാവുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുമെന്ന് പറയുന്ന വോട്ടും കിട്ടുന്ന വോട്ടും തമ്മിൽ വൻ വ്യത്യാസമുണ്ടാകുന്നത് അതുകൊണ്ടാണെന്നും വിമർശനമുയർന്നു. 50% വോട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും എത്താനാകുന്നില്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33.35% വോട്ടാണ് കിട്ടിയതെന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45.28% വോട്ടാണ് കിട്ടിയതെന്നും ഓർക്കണമെന്നും പറയുന്നുണ്ട്. അടിസ്ഥാന വോട്ട് ബാങ്കുകളിൽ ജാതി വർഗീയ ചിന്ത സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നുണ്ട്. ചില തൊഴിൽ മേഖലകളിൽ വർഗീയ സംഘടനകൾ പിടിമുറുക്കുന്നുമുണ്ട്. വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഇത്തരം കർഷക വിഭാഗങ്ങളാണ്. ആ മേഖലയിലേക്ക് കടന്നു കയറുകയും വേണം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 60 ലക്ഷത്തോളം പേരുണ്ട്. അവർക്കിടയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ പ്രവർത്തന റിപ്പോർട്ടിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമല്ല, മറ്റ് പല മന്ത്രിമാരുടെ പ്രവർത്തന മേഖലകളിലേക്കും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വിരൽ ചൂണ്ടുന്ന തലത്തിലായിരുന്നു പ്രവർത്തന റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മാത്രമല്ല, ഇതിനെല്ലാം തന്നെ പുറമെ ചിന്തിക്കുകയാണെങ്കിൽ പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ BJP ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു ത്രികോണ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന BJPയുടെ ലക്ഷ്യം നിറവേറിയതായി കാണാൻ സാധിക്കും. അതേസമയം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും പാർലമെന്റിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന BJPയുടെ ലക്ഷ്യം നിറവേറിയതായി കാണാൻ സാധിക്കും. അതായത് BJPയെ സംബന്ധിച്ച് BJP ഒരു സീറ്റെങ്കിലും കാല് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായി BJP ആദ്യം ശ്രമിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ അടിത്തറ ഭദ്രമാക്കുക എന്ന് തന്നെയാണ്. ഒരർത്ഥത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് പോലും സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് BJP നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടിൽ അടിത്തറ പാകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വ്യക്തമായ കണക്കുകൂട്ടൽ BJPക്കുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, തൃശ്ശൂർ പോലുള്ള അഥവാ തെക്കൻ ജില്ലകളിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് തന്നെ BJP ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ്. കാസ പോലുള്ള സംഘടനകൾ കൂടെ നിൽക്കുമ്പോൾ BJPക്ക് അത് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതും CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത CPM-ന് എതിരെ ഇപ്പോൾ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം തന്നെയാണ്. ആ സമരത്തെയും മുതലെടുക്കാനുള്ള തീവ്ര ശ്രമം ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മനോഹരമായി തന്നെ BJP നടത്തുന്നുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് 2 വർഷത്തെ ഭരണത്തിന് ശേഷം മൂന്നാം തവണയ്ക്ക് വേണ്ടിയും കഠിന പ്രയത്നം നടത്തുന്ന CPM നേതാക്കളിലേക്ക് പോലും പ്രവർത്തന റിപ്പോർട്ട് എത്തുന്നത്. മാത്രമല്ല, 2 തവണ CPM ഭരിച്ച സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള
ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ടെന്നും മൂന്നാമത് ഒരു തവണ കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബംഗാളിലെ CPM-ന്റെ സ്ഥിതി ആകെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നും വിമർശനങ്ങൾ വരുന്നുണ്ട്. മൂന്നാം തവണ CPM വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ ഒരുപക്ഷെ CPM-ന് മേൽ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം വരാനുള്ള സാധ്യതയുണ്ടെന്നും ശേഷം CPM-ന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകില്ല എന്നുമുള്ള വലിയ തരത്തിലുള്ള കണക്ക് കൂട്ടലുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇനി ഇത്തവണ കൂടി CPM വിജയിച്ചു കഴിഞ്ഞാൽ വിദൂരതയിൽ ഒരുപക്ഷെ CPM പിന്തള്ളപ്പെടുകയും പിന്നീട് കോൺഗ്രസും BJP-യും തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിമർശനങ്ങൾ CPM-നകത്ത് നിന്ന് പോലും ഉയർന്നു വന്നതാണ്. ആ സാഹചര്യത്തിലാണ് നേതാക്കളുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്കെതിരെ രൂക്ഷമായ വിമർശനം വരുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. സ്വയം തിരുത്തി മുന്നോട്ട് പോകുമെന്ന് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിച്ച CPM പക്ഷേ അത്തരമൊരു തിരുത്തലിന് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതും CPM-നെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്.